الله أكبر الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. الصلاة والسلام على رسول الله وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل الله خالق كل شيء وهو الواحد القهار. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. ആ കാര്യം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ വേണം, കാശ് വേണം. നിങ്ങൾ ആരെയാണ് സമീപിക്കുക? കാശുള്ള, തരാൻ കഴിയുന്ന, കാശ് ഉണ്ടെങ്കിലും തരും എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് ആ സന്ദർഭത്തിൽ നിങ്ങൾ ആവശ്യമുള്ള കാശ് ചോദിക്കും. എന്നാൽ നമ്മൾ പല സന്ദർഭങ്ങളിലും നമുക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമുക്കെന്തെങ്കിലും കഷ്ടപ്പാടുകൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത മറ്റ് ആളുകളോട്, മരിച്ചു മൺമറഞ്ഞ ആളുകളോട് എന്തുകൊണ്ടാണ് നമ്മൾ സഹായം തേടുന്നത്? അവർ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? അവർ എന്തെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? അവർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, സഹായം തേടുമ്പോൾ, ചോദിക്കുമ്പോൾ അതവർ അറിയുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യം, എന്തെങ്കിലും സൃഷ്ടിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അത് അവർക്കൊരു പോസിറ്റീവാണ്. എന്നാൽ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹന്നാസു ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. ജനങ്ങളെ, ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഉദാഹരിച്ച് തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണത്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ആളുകളുണ്ടല്ലോ, ലൈ യഖ്ലുഖു ദുബാബൻ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വലൗ ഇജ്തമഉ, അവർ എല്ലാ ആളുകളും, നിങ്ങൾ ആരൊക്കെ അള്ളാഹുവിന് പുറമെ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, സഹായം തേടുന്നുവോ, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല. അത് മാത്രമല്ല, വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ, ഒരു ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ ലാ യസ്തൻഖിദൂഹു മിൻഹു, ആ ഈച്ചയിൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ضعفت الطالب والمطلوب, തേടുന്ന ആളുകളും ദുർബലൻ, തേടപ്പെടുന്ന ആളുകളും ദുർബലൻ. ആരോടാണോ തേടുന്നത് അവർ ദുർബലരാണ്, തേടുന്ന ആളുകളും ദുർബലരാണ് എന്ന് അല്ലാഹു തആല സൂറത്തു ഹജ്ജിന്റെ 73-ാമത്തെ ആയത്ത്. അപ്പോൾ അല്ലാഹു അല്ലാത്ത ആളുകൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും അവർ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? അവരുടെ കഴിവ് ഉപയോഗിച്ച് എന്തെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലും അവർക്കൊരു പോസിറ്റീവാണ്. അല്ലാഹു തആല പറയാൻ,
യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്ശംസ വൽ ഖമർ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ. അല്ലാഹുവാണ് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നവൻ, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നവനും അവനാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, അവനാണ് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ആ സൂര്യനും ചന്ദ്രനും നിശ്ചിതമായ രൂപത്തിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ. എന്നാൽ അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്ന ആളുകൾ, അവർ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ ഒരു പാട പോലും ഉടമപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉടമപ്പെടുത്തിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. ഇനി നമ്മൾ പറയുന്നത് അവർ കേൾക്കുമോ? അല്ലാഹു തആല സൂറത്ത് ഫാത്തിറിലൂടെ പറയാൻ, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് സഹായം തേടിയാൽ, പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഉത്തരം കിട്ടാനാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ വലൗ സമിഉ, നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിച്ചാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിച്ച് തള്ളുന്നതാണ് എന്ന് അല്ലാഹു തആല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? അല്ലാഹു തആലക്കു മാത്രം പ്രാർത്ഥനകൾ ചെയ്യണം, അവനോട് മാത്രം ചോദിക്കണം, അവനോട് മാത്രം സഹായം തേടണം. ഏതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു തആലയോട് മാത്രം ചോദിക്ക്. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹു തആലയോട് മാത്രം സഹായം തേട്. അറിയണം നമ്മുടെ അല്ലാഹു നമ്മുടെ അടുത്താണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്താണുള്ളത്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്, ഉത്തരം ചെയ്യുന്നതാണ്. ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അങ്ങനെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ലഅല്ലഹും യർഷുദൂൻ, നിങ്ങൾ നേർവഴി പ്രാപിച്ചേക്കാമെന്ന് അല്ലാഹു തആല പറയാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത, നമ്മൾ എന്തുണ്ടെങ്കിലും, നമ്മുടെ പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തുണ്ടെങ്കിലും, അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അവനോട് സഹായം തേടി ജീവിക്കുക. അതല്ലാതെ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടിയാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു തആല പൊറുക്കാത്ത കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്താൽ പോലും പ്രവാചകന് പുറത്തു കൊടുക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞ കാര്യം, അത് നമ്മൾ ചെയ്യരുത്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Mm-hmm.